Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ച് അങ്കമാലി നഗരസഭ. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ വിദ്യാർത്ഥികൾക്കായി ഹരിതസഭ സംഘടിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി നഗരസഭാ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികളെ പങ്കെടുപ്പിച്ച് അങ്കമാലി നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ് ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാൻസി അരീക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ, അവയിലെ വീഴ്ചകൾ, മാലിന്യം കത്തിക്കൽ, വലിച്ചെറിയൽ, ദ്രവമാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഹരിതസഭയിൽ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തു. ഉപയോഗശൂന്യമോ ആയ വസ്തുക്കളാണ് മാലിന്യങ്ങൾ. പ്രാഥമിക ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന അല്ലെങ്കിൽ വിലയില്ലാത്തതും വികലമായതും ഉപയോഗമില്ലാത്തതുമായ ഏതെങ്കിലും പദാർത്ഥങ്ങളെയാണ് നാം മാലിന്യമെന്ന് വിളിക്കുന്നത്. മനുഷ്യനും പരിസ്ഥിതിക്കും പരമാവധി ഉപദ്രവരഹിതമായി മാലിന്യങ്ങൾ അഥവാ പാഴ്വസ്തുക്കളുടെ ശേഖരണം, വിനിമയം, സംസ്കരണം, മേൽനോട്ടം നടത്തൽ, നീക്കം ചെയ്യൽ, പുനരുപയോഗം അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നിവയും അവയെ യഥാവിധി കൈകാര്യം ചെയ്യുന്നതുമാണ്. അങ്കമാലി നഗരസഭ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തന റിപ്പോർട്ട് ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അഫ്സൽ അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിലെ മികച്ച സ്കൂളുകളിൽ 1ാം സ്ഥാനക്കാരായി ഹോളി ഫാമിലി ഹൈസ്കൂൾ അങ്കമാലിയും 2ാം സ്ഥാനക്കാരെ വിശ്വജ്യോതി പബ്ലിക് സ്കൂളും തെരഞ്ഞെടുത്തു. കുട്ടികളുടെ റിപ്പോർട്ട് അവതരണത്തിൽ സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ അന്ന ചെറിയാൻ 1ാം സ്ഥാനവും, നായത്തോട് MGM ഗവൺമെന്റ് ഹൈസ്കൂളിലെ നർമ്മദ 2ാം സ്ഥാനവും, പീച്ചാനിക്കാട് UP സ്കൂളിലെ നർത്തന 3ാം സ്ഥാനവും നേടി. ചെയർമാൻ മാത്യു തോമസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശിശുദിന സന്ദേശവും പ്രഭാഷണവും നടത്തി. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. അറിയാലോ അല്ലേ? 135ാം ജന്മദിനം. നെഹ്റുവിന്റെ ജന്മദിനം നമ്മുടെ രാജ്യം ശിശുദിനമായി ആചരിക്കുകയാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു അല്ലേ? പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും കൊച്ചു കുട്ടികൾ എവിടെ ചെന്നാലും എടുത്ത് താലോലിക്കാനും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനും വളരെ താല്പര്യം കാട്ടിയിരുന്നു. കുഞ്ഞുങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവി, അവരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് മനസ്സിലാക്കി എല്ലാ തിരക്കിനിടയിലും കൊച്ചുകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രാജ്യത്തെ വളർന്നു വരുന്ന കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിത ഷിജോയ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾ ജോവർ, ലെക്സി ജോയ്, DPC അംഗം റീത പോൾ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, കൌൺസിലർമാരായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, സാജു നെടുങ്ങാടൻ, ലിസി പോളി, PN ജോഷി, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കില റിസോഴ്സ് പേഴ്സൺ P ശശി തുടങ്ങിയവർ സംസാരിച്ചു.